안녕. കൂക്കിയോ? എടി നീ എവിടെയായിരുന്നു? എടി ഊഞ്ചി ഞാൻ ഹോസ്പിറ്റലാടി. ഹോസ്പിറ്റലോ? നിനക്കെന്താ പറ്റിയത് കൂക്കി? നീ എവിടെയാണ്? ഏത് ഹോസ്പിറ്റൽ? എടി നീ അവരെ കൂട്ടി വാ, ഞാൻ ഈ ഹോസ്റ്റലിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ്. ഞാൻ കട്ടാക്കാണേ. ഓക്കെ ശരി എടി, ഞാൻ എല്ലാരെയും കൂട്ടിയിട്ട് വരാം. എന്ത് പറ്റിയടി? ഏത് ഹോസ്പിറ്റലിലാ? എടി ഹോസ്റ്റലിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാ പോയതെന്നാ പറഞ്ഞേ. നമുക്ക് വാ, വേഗം പോയി നോക്കാം. അതെന്താ ഒരു ശബ്ദം? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്. പിന്നെ എന്തിനാ പിന്നെയും വരുന്നേ? എനിക്ക് നിങ്ങളെ കാണണ്ട. പോ. മോനെ, നിനക്ക് വെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നേ. ഒന്നില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛനല്ലേ. നിനക്കൊന്ന് എന്നോട് ക്ഷമിച്ചൂടെ? അച്ഛനോ? ഏതച്ഛൻ? എനിക്കിങ്ങനെ ഒരു അച്ഛനില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ക്ഷമിച്ചു തരൂല. മോനെ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ഒന്ന് പോവോ? ഇനി ഒരിക്കലും എന്നെ തേടി വരണ്ട. മോനെ അത് പോവാനല്ലേ ഞാൻ പറഞ്ഞേ? വിക്കി, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. ഓക്കെ, എന്നാൽ ഞാൻ പുറത്തു പോയി നിൽക്കാം. കുക്കി, നിനക്കെന്താ പറ്റിയത്? എന്ത് പറ്റിയടി? നിനക്കെന്തെങ്കിലും പറ്റിയോ? അത് പിന്നെ വിക്കി. എന്ത് വിക്കിയോ? അവൻ നീനെന്താ കാട്ടിയേ? അവനിന്ന് ഞാൻ നിക്ക് ഹോവ, ഞാനൊന്ന് പറയട്ടെ. ഓ, അപ്പൊ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അവൻ നിന്നെ രക്ഷിച്ചോണ്ട് ഞാൻ അവനെ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അവനക്ക് ഞാൻ കാണിച്ചു കൊടുത്തേനെ. ഓ പിന്നെ. എന്നിട്ട് അവനെവിടെ? അവനിപ്പോ എങ്ങനെയുണ്ട്? അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. ദേ അവിടെ ഉണ്ട്. എടി നിക്കടി, നിങ്ങൾക്ക് മതിയായില്ലേ? നമ്മുടെ വിക്കിനെ ആക്സിഡന്റ് ആക്കിയതും പോരാ. നീ എന്താടാ പറയണേ? നീ പറയണ കേട്ടാ തോന്നി നമ്മളെന്തോ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാന്ന്. ആടി, വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യൂ. ദേ അനാവശ്യം പറയരുത്. ഓ, ഇവർ വീണ്ടും തുടങ്ങിയോ? എന്താ ഇവിടെ പ്രശ്നം? എടാ വിക്കി, നിനക്ക് എങ്ങനെയുണ്ട്? നിന്റെ കാലാണോ കൈയാണോ ഒടിഞ്ഞേ? എനിക്കൊന്നും പറ്റിയില്ല. എന്റെ തല ചെറുതായിട്ടൊന്നും ഇടിച്ചതാ. അയ്യേ, അത്ര ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് അത്രയും പറ്റിയോ എന്ന്. ഇതെല്ലാം വെൾമാരി കാരണാ. അതിന് ഞങ്ങൾ എന്താ ചെയ്തേ? ഓ പിന്നെ, ഒന്നും ചെയ്യാത്ത പോലെ. ഓ, ഒന്ന് നിർത്തോ. ആരും ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് സഹായിക്കാമെന്ന് തോന്നി, ഞാൻ സഹായിച്ചു, അത്രേ ഉള്ളൂ. ഇനി എല്ലാവരും തിരിച്ചു പോയിക്കോ. ഹോസ്റ്റലിൽ ഗേറ്റ് അടിച്ചാൽ പിന്നെ കയറാൻ കഴിയൂല. എടാ, നമ്മളിവിടെ നിൽക്കാം. വേണ്ടടാ, നിങ്ങൾ പോയിക്കോ. വാടി കുക്കി, നമുക്ക് പോവാ. നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട, നീ പോയിക്കോ. അല്ല, ഞാൻ കാരണല്ലേ ഇതെല്ലാം സമ്മതിച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാം. എനിക്കൊരാളുടെ ആവശ്യമില്ല, നീ പോയിക്കോ. ആരാ പറഞ്ഞത് ആവശ്യമില്ലാന്ന്? അവൾ ഇവിടെ നിന്നോട്ടടാ. നിനക്കിപ്പോൾ ഒരാളുടെ ആവശ്യമുണ്ട്. നീ എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കണ്ട. നീ വേണമെങ്കിൽ പോയിക്കോ. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കണതിന് കുഴപ്പമൊന്നുമില്ല. നീ വെറുതെ ബുദ്ധിമുട്ടണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. വിക്കി, വിക്കി, അവനെവിടെ പോയി? ഡോക്ടർ, ഇവിടെ ഉണ്ടായിരുന്ന പേഷ്യന്റ് ഇവിടെ. ഓ, അവൻ പോയല്ലോ. ഏ, പോയോ? ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? എടി, കൂക്കി വിളിച്ചിരുന്നോ? ആ, ഓൾ കോളേജിലേക്ക് വന്നോണ്ടിരിക്കാന്നാ പറഞ്ഞേ. ദേ വന്നല്ലോ. എന്തായടി, അവനിപ്പോ എങ്ങനെയുണ്ട്? ആ, അവന് കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ എന്നോട് പറയാതെ പോയത്. ഒന്നില്ലെങ്കിലും ഞാൻ അവിടെ നിന്നതല്ലേ. അതെന്താ അവൻ അങ്ങനെ പോയേ? ആ, എനിക്കൊന്നും അറിയില്ല. എടി, അവന്റെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളോ? ആടി. എന്ത് പ്രശ്നം? പ്രശ്നമൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തൊക്കെയോ ഉണ്ട്. അത് നിനക്ക് തോന്നിയതായിരിക്കും. അല്ലടി, അതെന്തേലാവട്ടെ. ദാ ടീച്ചർ വന്നു.
വിക്കിയോ? അവൻ കോളേജിൽ വന്നോ? വിക്കി, വിക്കി, എന്താ? നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല. നീ എന്താ രാവിലെ ഒന്നും പറയാതെ പോയത്? ഞാൻ എത്ര നോക്കിന്നറിയോ? ഞാൻ എവിടെ പോകുമ്പോഴും നിന്നോട് പറയണമെന്നുണ്ടോ? ഇല്ല, എന്നാലും എന്തെന്നാലും ഇന്നലെ ഞാൻ നിന്നോട് ഹോസ്പിറ്റലിൽ നിൽക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ തന്നെ നിന്നതല്ലേ. ഇനി എന്താ, ഇന്നലെ നിന്നതിന് ഞാൻ താങ്ക്സ് വല്ലതും പറയണോ? അതൊന്നും വേണ്ട. പിന്നെന്താ? ഒന്നുമില്ല, ഞാൻ പോവാ. എന്താടാ പാവം, അവൾ ഇന്നലെ നിന്റെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ നിന്നതല്ലേ. നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? പിന്നെ ഞാൻ എന്തു പറയാനാ? ഓ, നിന്നോടൊക്കെ പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതി. എന്ത് പറ്റിയടി കുക്കി? നീ എന്താ അങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. തലവേദനയോ? എന്താ പെട്ടെന്നൊരു തലവേദന? ആ, അറിയില്ല. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഒരു നോട്ടീസ് ഉണ്ട്. നെക്സ്റ്റ് മന്ത് 28-ന് നമ്മുടെ കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പം എല്ലാവരും ഇഷ്ടമുള്ള പരിപാടിക്കൊക്കെ പങ്കെടുക്കാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പം ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ അതിൻ്റെ പ്രാക്ടീസ് ആയിരിക്കും. എന്ന് വിചാരിച്ച് പഠിത്തത്തിൽ നിന്നൊന്നും മാറരുത്. പഠിത്തത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. പ്രാക്ടീസൊക്കെ നല്ലപോലെ ചെയ്തോളൂ. അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നുമില്ല, ഞാൻ പോകണം. യൂത്ത് ഫെസ്റ്റിവലോ? നമ്മൾ പൊളിക്കും. അതെ, സെറ്റ് ആക്കണം. കുക്കി, നീ എന്താടി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ലേടി. എന്നാ വാ, നീ എന്താ പെർഫോം ചെയ്യണേ? ഒരു ഡാൻസ് ആയാലോ? ഡാൻസോ? അതൊന്നും എനിക്ക് ശരിയാവൂല. പിന്നെന്താ? ജീനി, നീ എന്താടി ചെയ്യണേ? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പെർഫോം ചെയ്യണവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓഡിയൻസ് ആയിട്ടിരിക്കും. എന്നാൽ നമ്മൾ രണ്ടാളും ഓഡിയൻസ് ആവാം. നിങ്ങൾ രണ്ടാളും ഓഡിയൻസ് ആയിരുന്നു, ഞാൻ ഡാൻസ് കളിക്കും. ഞാൻ പാട്ട്. ദൈവമേ, ഒരു പാട്ടിന്റെ ഡാൻസിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇനി അടുത്തത് ഇപ്പൊ തന്നെ വേണോ? അതൊക്കെ ആക്ടിങ് അല്ലേ. റിയൽ പാട്ട് കേട്ടങ്ങൾ ഞെട്ടും. പിന്നല്ല, നമ്മൾ തകർക്കും. തകർത്ത് സ്റ്റേജ് പൊട്ടിക്കാതിരുന്നാ മതി. ഹരിയേട്ടാ, ജീനി, എന്തിനാ ഇങ്ങനെ കരയണേ? എല്ലാം പോയി ജീനി, എല്ലാം പോയി. എന്ത് പോയി? ആര് പോയി? ഈ കരയാതെ കാര്യം പറയ് ഹരിയേട്ടാ. ഇനി ആര് പോവാനാ ജീനി? എനിക്ക് ഇനി ആരുമില്ല. കൊറേ നേരമല്ലേ മൂക്കി കയറ്റുന്നു. സെന്റ് അടിക്കാത്ത കാര്യം പറയ്, എന്താ പറ്റിയത്? ഇന്ന് ഞാൻ അവളോട് പറഞ്ഞിരിക്കും. ദൈവമേ, എന്നെ കാത്തോണി. മീര, ഹരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യോ? എന്ത് കാര്യം? അത് പിന്നെ ഹരി, പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറയാത്തെ? അത് എനിക്ക് നിന്നെ ഇഷ്ടാ. എന്താ നിന്റെ അഭിപ്രായം? ഹരി, പക്ഷേ നമ്മൾ ടീച്ചേഴ്സ് തമ്മിൽ ഇതൊന്നും ശരിയല്ല. അതിനെന്താ? നമ്മളല്ലേ അവരുടെ മാതൃകയാവണ്ടേ. അവരെന്ത് വിചാരിക്കാനാ? ഇതൊന്നും വേണ്ട ഹരി, ഞാൻ നിന്നൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. മീര, സോറി ഹരി, എനിക്കിപ്പോൾ ക്ലാസ് ഉണ്ട്, ഞാൻ പോവാം. അവിടെ മാതൃക ഏത് വീടെ കൊണ്ട് കേറ്റാനാ? ചേട്ടാ സോറി. അതെ, ഞാൻ സീരിയസാ. പക്ഷെ നല്ല കോമഡി ആയിട്ടുണ്ട്. ഓ, നിന്റെ ആ കുറച്ചിരി ഒന്ന് നിർത്തോ, എന്നിട്ട് ഒരു വൈ പറഞ്ഞതാ. ഞാൻ എന്ത് വഴി പറഞ്ഞുതരാനാ? എന്തിനൊന്ന് പറഞ്ഞുകൊണ്ടാ? അതിന് ഞാൻ എവിടെ നിന്ന് എടുത്ത് പറയാനാ? ഇജി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊന്ന് ആലോചിച്ചോക്കട്ടെ. കിട്ടി മോനെ. എന്ത് കിട്ടി?
ദേ ആ വരുന്നതാണ് നമ്മുടെ പ്ലാൻ. ആര് ജെസ്സിയോ? ഓളെന്താക്കാനാ? ചേട്ടൻ അവരെ അറിയോ? ആ, അവള് ഇന്നലെ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്തതാ. പിന്നെ അവൾ എൻ്റെ കൂടെയാണ് കോളേജ് പഠിച്ചത്. ഓ സെറ്റ്. അപ്പൊ എന്തായാലും പ്ലാൻ വർക്കാവും. ഹായ് ഹരി. ആ ജെസ്സി? ഇതെന്താ ഇവിടെ നിക്കണേ? ഇതാരാ? ഓ, ഇതിൻ്റെ അനിയത്തിയാ. ഓ ഹായ്. എന്നാ ഞാൻ പോവാണ്, എനിക്ക് ഓഫീസ് വരെ പോവാനുണ്ട്. ആ, ഓൾ പോയി. ഇനി എന്താ പ്ലാൻ എന്ന് പറയ്. ആ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് പോണം, എന്നിട്ട് തിരക്കാം. അപ്പൊ ശരിട്ടോ, ബൈ. എടി എന്തായി, കേക്ക് വന്നോ? ആ വന്ന്. എടി ഇന്ന് ഞാൻ അവളെ പോയി വിളിക്കട്ടെ? എടി പൊട്ടി, ഇപ്പൊ ഓളെ വിളിച്ചാല് സർപ്രൈസ് പൊളിയൂലേ? ശരിയാ. സോറി. എടി പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആ വാർഡൻ കണ്ട പ്രശ്നാവൂലേ? ആ കേക്ക് എന്നാ തള്ള കാണാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എങ്ങനെയാന്ന് എനിക്കറിയൂ. ശരിയാ, നമുക്ക് ശബ്ദം ഉണ്ടാക്കാതെ ചെയ്യാം. അല്ല ജീനി എവിടെ? ഓ താങ്ക് യു. എന്താണ് ശബ്ദം? നിങ്ങൾ ആരെന്താ ഉറങ്ങാത്തെ? അത് പിന്നെ മിസ്, സമയം 12 മണിയായി, എന്നിട്ട് നിങ്ങൾ മാത്രം എന്താ ഉറങ്ങാത്തെ? എല്ലാരും ഉറങ്ങിയല്ലോ. അത് മിസ്, ഒരു എലിയോ? അതെ മിസ്, ഒരു ഭീകരനായ എലി. അതെ മിസ്, ഒരു എലി. ആ എലിനെ പിടിക്കാൻ ശ്രമിക്കായിരുന്നു. അതെ. എന്നിട്ട് ആ എലി എവിടെ? ആ എലി അത് പതിക്കൂടെ അങ്ങോട്ട് പോയി. എലിയൊക്കെ പോയില്ലേ, ഇനി എന്താ? നീ കിടന്നുറങ്ങിക്കൂടെ? പക്ഷെ ആ എലി തിരിച്ചു വന്നാലോ മിസ്? അതെ മിസ്, പണ്ടേ എനിക്ക് എലികളെ ഭയങ്കര പേടിയായിരുന്നു. എടി യൂഞ്ചി മതി, ഓറാക്കി കൊളാക്കല്ലേ. ഞാനൊരു ടച്ചപ്പ് കൊടുത്തല്ലേ. ഓ ഓളൊടുക്കത്തെ ടച്ചപ്പ്. നീ എന്തെങ്കിലും നോക്കിക്കണേ? എല്ലാരും പോയി കിടന്നുറങ്ങ് വേഗം. ഞാൻ അപ്പളേ പറഞ്ഞതാ സൗണ്ട് ഒന്നും ഉണ്ടാക്കിയതെന്ന്. അതിന്റെ കൂട്ടത്തിലുണ്ട് ഓളൊരു എലി. ഇനി എന്റെ എലിനെ കുറ്റം പറഞ്ഞു. ആ എലി ഉള്ളോണ്ടാണ് ഇപ്പൊ നമ്മള് രക്ഷപ്പെട്ടെ. മതി. ജീനി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ആ തള്ള പിന്നെ വരും. അതെ. ഗുഡ് മോർണിംഗ് സാർ. ഇതല്ലേ സാർ ഇന്നലെ ചോദിച്ച ഫയല്? ആ, അത് അവിടെ വെച്ചോ. സാർ എന്താ തിരക്കിലാണോ? അല്ലടാ, ഞാനൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്യായിരുന്നു. ഗിഫ്റ്റോ? ആർക്കാ? ഗേൾ ഫ്രണ്ടിനാണോ സാർ? അല്ലടാ, ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അവൾക്ക്. ആരുടെ ബർത്ത്ഡേ? ഇന്ന് ജീനിയുടെ ബർത്ത്ഡേയാ? അയ്യോ, ഒന്ന് ഞാൻ പോവാണ് കേട്ടോ സാറേ. എടാ ജിമീനെ. ഇവനക്ക് എന്ത് പറ്റി? എന്താടാ? എടാ ഇന്നോളെ ബർത്ത്ഡേ ആണ്. ആരുടെ? ജീനിന്റെ. അയിനി? എടാ ഞാൻ ഓൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണ്ടേ? ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യ്. എനിക്ക് വയ്യ. ഹെൽപ്പിന് വന്നതാണോ? അത് പറയണ്ടേ? ആടാ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. ആലോചിക്ക. ഓൾക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ? അത് അറിയൂല. അല്ല, ഓൾക്ക് ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങൾ ഉണ്ടോ? അറിയൂലടാ. ഓളെ ഫേവറേറ്റ് കളർ ഏതാ? അതും അറിയൂലടാ. ഓക്കെ. ഓൾക്ക് ഈ ജ്വല്ലറീസ് ഒക്കെ ഇഷ്ടമാണോ? അറിയൂല. ഓ, എനിക്ക് പിന്നെ എന്ത് തേങ്ങയാണിടാ അറിയാ? എനിക്കൊന്നും അറിയൂല. ഒരു തേങ്ങ വരാതെ ഇറങ്ങിക്ക. കാമുകനാണ് പോലും കാമുകൻ. ഇനി ഞാൻ എന്താക്കും? ഒന്നും ആക്കാണ്ട് മുണ്ടാണ്ടവിടെ കുത്തിയിരുന്നോ? അല്ല പിന്നെ ചിമ്മി, അങ്ങനെ പറയല്ലേ. ഞാൻ എന്തേലും വഴി ഉണ്ടോ നോക്കട്ടെ. നോക്ക്. നമുക്ക് ഓളെ ഫ്രണ്ട്സിനോട് ചോദിച്ചാലോ? അജ്ജ് പോയി ആ യൂഞ്ചിനോട് ചോദിച്ചു നോക്ക്. ഓളോട് ചോദിച്ചു നോക്കാം. യൂഞ്ചി, എടി യൂഞ്ചി. സുഖാണോ? എന്റെ സുഖവിവരം അറിയാനാണോ വന്നത്? ആണെങ്കി യൂഞ്ചി, സുഖവിവരം അറിയാനാണെങ്കിലേ എനിക്ക് തീരെ സുഖമില്ല. എന്തേ? അതെന്താ സുഖമില്ലാത്തെ? ഓക്കെ ഞാൻ ചോദിക്കാം. ചോദിക്ക്. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? അത് എന്റെ ഫ്രണ്ട് ജീനി ഇല്ലേ, ഇന്നോളെ ബർത്ത്ഡേ അല്ലേ? ആണ്. അതിന് ഓൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഓൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനാ. ഗിഫ്റ്റോ? ഗിഫ്റ്റ് കേട്ടിട്ടില്ലേ? നീ എന്തിനാ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണേ? പിന്നെ ബർത്ത്ഡേക്ക് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കൂലേ? BT21 അറിയോ? അതെന്താ സാധനം? അതൊക്കെ ഉണ്ട്. അതിലെ ആർജേനെ അവൾക്ക് നല്ല ഇഷ്ടാ. അത് വാങ്ങിച്ചു കൊടുത്താൽ മതി. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. താങ്ക് യു.
ഇവൻ എന്തിനാ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചെടുക്കണേ? ഇനി അവനക്ക് ഇവളെ ഇഷ്ടം തീരുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കെന്താ? എടാ ജൂണേ, കിട്ടിയടാ, കിട്ടി. കിട്ടിയോ? ആടാ കിട്ടി. അവളെന്താ പറഞ്ഞേ? ജീനിക്ക് BT21 ആർജനെ നല്ല ഇഷ്ടമാണെന്ന്, അത് കൊടുത്താൽ മതിയല്ലോ. ആ ആർജനെ ഇനി ഞാൻ എവിടെ നിന്ന് തപ്പിക്കൊണ്ടുവരാനാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആമസോണിൽ നോക്കിയാലോ? ആമസോണിനൊക്കെ സാധനം വരുമ്പോഴത്തേനും ഓൾ അടുത്ത ബർത്ത്ഡേ ഉണ്ടാവും. എന്നാൽ നമുക്ക് അടുത്ത ബർത്ത്ഡേ കൊടുത്താലോ? പോടാ അവിടുന്ന്. പിന്നെ ഞാൻ എന്താക്കാനാ? ഇനി വല്ല മാലാഖ്യം വന്ന് സഹായിക്കേണ്ടി വരും. എന്താ ഇവിടെ പ്രശ്നം? എടാ ആർജ്. ആർജയോ? അതെന്താ? എടാ ഇന്ന് ജീനിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവൻക്കാണെങ്കിൽ ഓൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷെ ഓൾക്ക് ഇഷ്ടം ആർജനാണ്. പക്ഷെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ആർജന് ഇവിടെ ഒന്നും കിട്ടൂല. ആ ബെസ്റ്റ്. ഈ ആർജ എന്താ സംഭവം? അത് BTSന്റെ BT21. BT21? എന്തേ, എനിക്കറിയോ? ഞാൻ ലീവിന് നാട്ടിൽ പോണോണ്ട് അനിയത്തിക്ക് BTSലെ BT21 വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് വെച്ചിനി. 4 ദിവസം മുമ്പേറ്റേ വന്നിനി. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എടാ നീയല്ലടാ ആ മാലാക. മാലാകെ? ആ, നമ്മളെ രക്ഷിക്കാൻ വന്ന ചിറകില്ലാത്ത മാലാക. യെസ്, ദാറ്റ് വിംഗ്ലെസ് ഏഞ്ചൽ. നിങ്ങൾക്ക് ശരിക്കും എന്താ പ്രശ്നം? എടാ ഷൂഗ, എൻ്റെ അനിയത്തിൻ്റെ അർജനെ ഞാൻ എടുക്കട്ടടാ. എൻ്റെ അനിയത്തിക്ക് ഞാൻ വേറെ അർജനെ വാങ്ങിക്കൊടുക്കാം. ആ, എടുത്തോ. നീ മുത്താണടാ, മുത്ത്. ജീനി, എന്താ ജൂണേട്ടാ? ഹാപ്പി ബർത്ത്ഡേ. അതിന് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് ചേട്ടന് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. ദാ എൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. ആർജെ? ജൂണേട്ടാ? ജീനി. ജൂണേട്ടൻ മുത്താണ്, മുത്ത്. ഒലിപ്പിക്കൽ. അപ്പൊ ജൂണേട്ടനാണല്ലേ ജീനിക്ക് ഗിഫ്റ്റ് കൊടുക്കണേ? ഞാൻ വിചാരിച്ചു നീയാണ് കൊടുക്കണേന്ന്. എന്തേ, നിനക്ക് അസൂയായോ? അസൂയേ? എന്തസൂയ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്.